നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മുടെ ചാനലിൻ്റെ പേര് ഫ്രാപ്പർ ആക്വ മലയാളം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ മറീൻ ടാങ്കിൻ്റെ സെറ്റപ്പിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്ത് ഇതിൻ്റെ സമ്പ് സിസ്റ്റം, ഇതിൻ്റെ യൂസ് ചെയ്ത സാൻഡ്, റോക്സ്, പിന്നെ നമ്മൾ സ്കിമ്മർ, പിന്നെ മീഡിയ, പിന്നെ സൈക്കിൾ ടൈം, പിന്നെ നടുവിൽ ഈ ടാങ്ക് ലീക്കുമായി. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പിന്നെ ഈ സാധനത്തിൽ മോസ്റ്റ് ഓഫ് ദി തിങ്സ് നമ്മൾ ആമസോണിലാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ എൻഡിൽ കാണാം. ഇതാണ് നമ്മളെ വീട്ടിലുണ്ടായ ടാങ്ക്. ഇതിൻ്റെ സൈസ് വന്ന് കണ്ടാൽ 24 ഇഞ്ചിന് 18 ഇഞ്ച്. ഇതിൻ്റെ സമ്പിൻ്റെ ഡെപ്ത് ഒരു 4 ഇഞ്ചാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഇൻറ്റേർണൽ സമ്പാണ്. ഇത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അക്രലിക്കിലാണ് ഉണ്ടാക്കിയത്. ഈ സമ്പ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ ചെയ്താൽ നമ്മൾ നിങ്ങളുടെ സൈസ് പ്രകാരം കസ്റ്റമൈസ്ഡ് സൈസിൽ നമ്മൾ സമ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങളുടെ ടാങ്ക് സൈസെല്ലാം നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഈ സമ്പിന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടിടും. പിന്നെ ഇത് നമ്മൾ ഫിൽറ്റർ സോക്സിന് വരുന്ന ഒരു സ്ലോട്ടാണ്. ഇത് ഞാൻ പണ്ട് വാങ്ങിച്ച ഒരു പ്ലാസ്റ്റിക് ഫിൽറ്റർ സോക്സ്, ഇതിപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇത് വേറെ ടൈപ്പ് ക്ലോത്ത് ടൈപ്പിനെല്ലാം നമുക്ക് ഫിൽറ്റർ സോക്സ് വെക്കേണ്ട ഒരു പ്രൊവിഷൻ നമ്മൾ ഈ ഒരു പീസ് തരുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ബ്ലാക്ക് കളർ അക്രലിക്കിലാണ്. വേറെ കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കളറാണ് വേണ്ട അത് പ്രകാരം നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ നമ്മൾ അത് പ്രകാരം നമ്മൾ ഉണ്ടാക്കിയിട്ട് തരും. സോ ഇത് കംപ്ലീറ്റ് കസ്റ്റമൈസ്ഡ് സമ്പാണ്. സോ നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടാങ്കിൻ്റെ സൈസ് പ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് 3 പീസ് വരും. 1, 2, 3. ഇതാണ് 3 പാർട്ടീഷൻസാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തത്. ആ പാർട്ടീഷൻസിൽ തന്നെ ഹോൾസ് ഉണ്ടാവും വെള്ളം പോകാൻ. അതിന് നമ്മൾ തരുന്ന സാധനത്തിന് നിങ്ങൾ കവർ പേപ്പർ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പീസസ് വന്നിട്ട് ബോണ്ട് ഇട്ടിട്ട് ആദ്യം ഒട്ടിക്കാം. ബോണ്ട് ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സെക്ഷൻ ഒരു സിലിക്കോൺ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് വരും ഇതിന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിൽറ്റർ സോക്സ് ഇരിക്കുക. ഇവിടുന്ന് വെള്ളം താഴെ പോയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ സ്കിമ്മർ മോളിൽ വരും. അപ്പോൾ താഴെ കുറച്ച് സ്പോഞ്ചെല്ലാം ഇട്ടിട്ട് എന്നിട്ട് മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ മീഡിയ ഉണ്ടോ, ലാസ്റ്റ് സെക്ഷനിൽ ഔട്ട്പുട്ട് പമ്പ്. ഇങ്ങനെ വിസിറ്റിംഗ് കാർഡ് വല്ലതില്ല ക്രെഡിറ്റ് കാർഡ് പോലത്തെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 ഡിഗ്രീസ് ചെക്ക് ചെയ്യാൻ പറ്റും. ടാങ്കിനകത്ത് ഫിറ്റാക്കി കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവുക കാണാൻ. സോ ഓവറോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. സോ അത് നമ്മൾ കസ്റ്റം സൈസ് ഉണ്ടാക്കുന്നുണ്ട്. അത് കറക്റ്റ് ലെവലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് ടാങ്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെ വെള്ളം പോകും. ആദ്യം മീഡിയയിലോട്ട് പോയിട്ട് നെക്സ്റ്റ് സ്കിമ്മറിന് ഫൈനൽ മൂന്നാമത്തെ സെക്ഷനിലോട്ട് വെള്ളം വന്നിട്ട് ലാസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ പമ്പ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ആ പമ്പിൻ്റെ സെക്ഷനിലോട്ട് ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് വെള്ളം വരും. സോ ഇങ്ങനെയാണ് 3 സെക്ഷനായിട്ടാണ് നമ്മളിത് ഈ സമ്പിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഇമെയിൽ നിങ്ങൾ ചെയ്താൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സൈസ് എടുത്തിട്ട് അത് പ്രകാരം നമുക്ക് സമ്പ് ഉണ്ടാക്കാൻ പറ്റും. സോ ഫൈനലി ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ വരിക നമ്മുടെ ടാങ്കിൻ്റെ. ഇപ്പോൾ ഏത് ടാങ്ക് ആയാലും ഫസ്റ്റ് ഫുള്ളായിട്ട് ക്ലീൻ ഔട്ട് ചെയ്യണം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇടുന്നതാണ് ബെസ്റ്റ്. ഏത് പുതിയ ടാങ്ക് ആയാലും പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് 2-3 ദിവസം വിട്ടിട്ട് വേണം നമ്മളൊരു പുതിയ ഫിഷ് ടാങ്ക് സെറ്റപ്പ് ആക്കുന്നത് അങ്ങനെ ചെയ്യണം. ഇതിൽ നമ്മൾ യൂസ് ചെയ്തത് ബ്ലൂ ട്രഷറിൻ്റെ നാച്ചുറൽ സീ സാൻഡാണ് നമ്മൾ യൂസ് ചെയ്തത്. നല്ലൊരു സാൻഡാണ് ഇത്, നല്ലൊരു ബ്രാൻഡുമാണ്. ഇത് 5 കിലോൻ്റെ ബാഗാണ് നമ്മൾ ഈ 2 ഫീറ്റ് ടാങ്കിന് യൂസ് ചെയ്തത്. ഇത് ഞാൻ മുമ്പത്തെ ഒരു ടാങ്കിൻ്റെ സ്കേപ്പിന് യൂസ് ചെയ്യുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇത് 100% നാച്ചുറൽ സീ സാൻഡാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത എക്കോ ഫോറസ്റ്റിൻ്റെ സിന്തറ്റിക് റോക്സ് ആണ്. ഇത് കാണാൻ ഒരു നാച്ചുറൽ കോറൽ പോലെ ഉണ്ട്, പക്ഷേ കോറൽസ് നമ്മളെ കൺട്രിയിൽ ബാൻഡാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു സാധനം. ഇത് നല്ലൊരു പോറസ് മെറ്റീരിയലാണ്. ബെനിഫിഷ്യൽ ബാക്ടീരിയ ഗ്രോ ചെയ്യാനും ആനിമോൺസിനെല്ലാം ഇരിക്കാൻ നല്ലൊരു റോക്കാണിത്. സോ നമ്മൾ കുറേ കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ട് അവസാനം ഒരു ഷേപ്പ് നമ്മൾ സ്കേപ്പ് ചെയ്തു. സോ ഓവറോൾ നമ്മൾ ക്ലൗൺസ് ആണ് വെക്കുന്നത് മെയിൻ. ക്ലൗൺസും ആനിമോൺസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ടാങ്കിൽ. അതിൻ്റെ ക്ലൗൺസ് എല്ലാം ആകുമ്പോൾ നമുക്ക് കുറച്ച് ഹൈഡിങ് സ്പേസസ് ഉണ്ടായാൽ നല്ല രസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളുള്ള റോക്സ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്കേപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത ലൈറ്റ് മാക്സ് സ്പെക്ടേൻ്റെ MJ L130 ലൈറ്റാണ്.
ഇതിന് നല്ലൊരു ബ്ലൂ കളർ വരും, ടിൻറ്റ് വരും നമ്മൾ ഇതിന്. പിന്നെ ആനിമോൺസ് നല്ലൊരു ലൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിലാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ലൈറ്റ് ഇട്ടാൽ കണ്ടില്ല ഒരു ബ്ലൂ ഫിനിഷ് വരുന്നത്. പിന്നെ ആദ്യം നമ്മൾ ഈ ഫിൽറ്റർ സോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടത് K1 മീഡിയ ആണ്. അത് നല്ലൊരു മൂവിങ് ബെഡ് മീഡിയ ആണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ താഴെ നമ്മൾ യൂസ് ചെയ്ത സ്പോഞ്ചാണ്. ഈ വൈറ്റ് സ്പോഞ്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ആ ഡസ്റ്റ് എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സ്പോഞ്ചിൽ പിടിക്കും. അടുത്ത സെക്ഷനിൽ സ്കിമ്മറിൻ്റെ താഴെയായിട്ട് എവിടെ നിന്ന് വെള്ളം വരുന്നത് അവിടെ ഈ ബ്ലൂ കളർ സ്പോഞ്ച് നമ്മൾ യൂസ് ചെയ്തതിന്. ഇതിൻ്റെ മുകളിലാണ് സ്കിമ്മർ വരിക. മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ കുറേ ബയോളജിക്കൽ മീഡിയ യൂസ് ചെയ്തതിന്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഓൾറെഡി നമ്മളടുത്തൊരു ടാങ്ക് ഉണ്ടായതുകൊണ്ട് ഒരു ബാഗിൽ നമ്മൾ പഴയ മീഡിയ യൂസ് ചെയ്തു, ബാക്കി 2 ബാഗിൽ പുതിയ മീഡിയ നമ്മൾ യൂസ് ചെയ്ത് ക്ലേ ടൈപ്പ്. ഇതെല്ലാം നല്ലൊരു ബയോളജിക്കൽ മീഡിയ ആണ് ഇതെല്ലാം. വെള്ളം നമ്മൾ ഓൾറെഡി സൈക്കിൾ ചെയ്തു. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സോൾട്ട് എക്കോ ഫോറസ്റ്റിൻ്റെ സീ സോൾട്ടാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ബ്ലൂ ഇതുണ്ടല്ലോ, ഇതാണ് നമ്മൾ റിഫ്രാക്ടോമീറ്ററിൽ വരുന്ന റീഡിങ്. 1.0202 1.025 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫൈനലി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്ത ഔട്ട്പുട്ട് പമ്പ്. ഇതൊരു 1000 liters per hour വരുന്ന ഒരു ഔട്ട്പുട്ട് പമ്പാണ്. യൂസ് ചെയ്ത സ്കിമ്മർ ബോയോൻ്റെ സ്കിമ്മറാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമെല്ലാം ഫില്ല് ചെയ്ത് പമ്പെല്ലാം ഇട്ടിട്ട് 30 ദിവസം നമ്മൾ സൈക്കിൾ ചെയ്തു ടാങ്കിന്. 30 ദിവസം എന്തിനാണ് സൈക്കിൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സോൾട്ട് വാട്ടർ ആകുമ്പോൾ സോൾട്ട് ലെവൽസ് കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. അതുകൊണ്ട് സൈക്ലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചു. നമ്മളൊരു 5 ക്ലൗൺ ഫിഷ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ക്ലൗൺ ഫിഷ് നമ്മൾ ഏത് മീനായാലും നമ്മൾ ഡ്രിപ്പ് അക്ലിമേഷൻ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളെ ടാങ്കിൽ നിന്നുള്ള വെള്ളം കുറച്ച് ഡ്രോപ്പ് ആയിട്ട് നമ്മൾ മീനിൻ്റെ വന്ന വെള്ളത്തിലായിട്ട് മിക്സ് ആയിട്ട് അപ്പോൾ ആ സോൾട്ട് ലെവൽ മാച്ച് ആവും. അപ്പോൾ മീനിന് അത്ര സ്ട്രെസ് വരില്ല. അതുകൊണ്ടാണ് ഈ ഡ്രിപ്പ് അക്ലിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ആനിമോൺസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ബബിൾ ടിപ്പ് ആനിമോൺസ്. സോ അതിന് പിന്നെ അക്ലിമേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായി വെച്ചു. ഫൈനലി ഇങ്ങനെയാണ് നമ്മൾ മീനെല്ലാം ആഡ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലോണം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് ടാങ്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 മാസമായി നല്ലോണം സൈക്കിളെല്ലാം ആയിട്ട് മീനെല്ലാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 30 days സൈക്ലിംഗ് പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു സോൾട്ട് വാട്ടർ അക്വേറിയം ഇതിൽ. എന്താ വെച്ചാൽ അപ്പോഴാണ് സോൾട്ട് ലെവൽസ് എല്ലാം സ്റ്റേബിൾ ആവുക. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് മീൻ ഇട്ടാലും ഒരു പ്രശ്നമില്ലാണ്ട് നല്ല ജോളി ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, ഒരു സബ്സ്ക്രിപ്ഷൻ അടിച്ചാൽ നല്ലതാണെന്ന് വെച്ചാൽ പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം വളരെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും അതെല്ലാം ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി തമിഴ്, ഹിന്ദി, കന്നഡ ആൻഡ് ഇംഗ്ലീഷിൽ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ചാനൽ ലിങ്ക്സ്, റീജിയണൽ ചാനൽ ലിങ്ക്സ് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.